ലോകമെങ്ങും സുവിശേഷം നൽകുവാനുള്ള വലിയ ദൗത്യത്തിൽ പങ്കാളികളായിരിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. യേശു 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഇന്ന് തിരുസഭ വിശുദ്ധ മർക്കോസ് അപ്പോസ്തലൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ നേരുന്നു. ഇന്നത്തെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അനുബന്ധത്തിൻ്റെ ഭാഗമാണ്. അത് യേശുവിൻ്റെ ചില പ്രത്യേകതകളുടെ ഒരു ലിസ്റ്റ് അവതരിപ്പിക്കുന്നു. ഒന്നാമതായി മഗ്ദലനയ്ക്ക് അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നു. 2 പുറത്തു പോകുകയായിരുന്ന 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. 3 12 അപ്പോസ്തലന്മാർക്കും. ഈ അവസാന പ്രത്യക്ഷീകതയും സ്വർഗത്തിലേക്കുള്ള പ്രത്യക്ഷീകരണത്തിൻ്റെ വിവരണവും സുവിശേഷത്തിൽ നിലകൊള്ളുന്നു. ഇന്നത്തെ സുവിശേഷത്തെ ഇതിൽ നിന്നുമാണ് രൂപപ്പെടുത്തുന്നത്. ഒന്നാമതായി സുവാർത്തയുടെ പ്രഖ്യാപനത്തോടൊപ്പമുള്ള അടയാളങ്ങൾ. യേശു 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ ഉയർത്തെഴുന്നേറ്റതായി കണ്ട വ്യക്തികളെ വിശ്വസിക്കാത്തതിന് അവരെ കുറ്റപ്പെടുത്തുന്നു. ശിഷ്യന്മാർ മഗ്ദലന മറിയത്തെയോ വഴിയിൽ വെച്ച് കണ്ട 2 ശിഷ്യന്മാരെയോ വിശ്വസിച്ചില്ല. യേശുവിൻ്റെ പുനരുത്ഥാനം അനുഭവിച്ചവരുടെ സാക്ഷ്യം വിശ്വസിക്കുന്നതിനുള്ള ശിഷ്യന്മാരുടെ ചെറുത്തുനിൽപ്പിനെ പലതവണ മർക്കോസ് സുവിശേഷകൻ പരാമർശിക്കുന്നു. എന്തുകൊണ്ടാണ് മർക്കോസ് ശിഷ്യന്മാരുടെ വിശ്വാസമില്ലായ്മയെക്കുറിച്ച് ഇത്രയധികം ശഠിക്കുന്നത്? ഒരുപക്ഷെ 2 കാര്യങ്ങൾ പഠിപ്പിക്കാം അഥവാ മനസ്സിലാക്കാം ഇതിൽ നിന്നും. ഒന്ന്, യേശുവിലുള്ള വിശ്വാസം സാക്ഷ്യം നൽകുന്ന വ്യക്തികളിലുള്ള വിശ്വാസത്തിലൂടെ കടന്നുപോകുന്നു. രണ്ടാമതായി, ഹൃദയത്തിൽ സംശയമുണ്ടാകുമ്പോൾ ആരും നിരുത്സാഹപ്പെടരുത്. 11 ശിഷ്യന്മാർ പോലും സംശയിച്ചു എന്ന യാഥാർത്ഥ്യം. രണ്ടാമതായി, ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവാനുള്ള ദൗത്യം. ശിഷ്യന്മാരുടെ വിശ്വാസമില്ലായ്മയെ വിമർശിച്ചതിന് ശേഷം യേശു അവരുടെ ദൗത്യം അവരെ ഏൽപ്പിക്കുന്നു. ലോകം മുഴുവൻ പോകുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. മൂന്നാമതായി, സമൂഹത്തിലൂടെ യേശു തൻ്റെ ദൗത്യം തുടരുന്നു. പലസ്തീനയിൽ വസിക്കുകയും തൻ്റെ കാലത്തെ ദരിദ്രരെ സ്വീകരിക്കുകയും പിതാവിൻ്റെ സ്നേഹം അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന യേശു തന്നെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ദരിദ്രർക്ക് ദൈവസ്നേഹത്തിൻ്റെ സദ്വാർത്ത വെളിപ്പെടുത്തുവാനുള്ള തൻ്റെ ദൗത്യം നമ്മിലൂടെ തുടരാൻ അവൻ ആഗ്രഹിക്കുന്നു. ഈ നിമിഷം പോലും പുനരുത്ഥാനം നടക്കുന്നു. അത് പ്രഘോഷിക്കാൻ, അതിന് സാക്ഷ്യം നൽകാൻ ഉദ്ധിതൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരാണ് നമ്മെ വേർപെടുത്തുക? ഈ ലോകത്തിലെ ഒരു ശക്തിക്കും പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് വരുന്ന ശക്തിയെ നിർവീര്യമാക്കാൻ കഴിയുകയില്ല. റോമാലേഖനം 8-ാം അധ്യായം 35-39. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷികളാകാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ജീവിതത്തിൻ്റെ അടയാളമായിരിക്കണം. കൂടാതെ ലോകം ജീവിതത്തിന് അനുകൂലമായ സഫലമായേക്കാവുന്ന വിധത്തിൽ മരണത്തിൻ്റെ ശക്തികൾക്കെതിരെ പോരാടണം. എല്ലാറ്റിനും ഉപരിയായി ഉദ്ധിതനോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തിനു മുഴുവൻ പ്രാർത്ഥിക്കുകയും കൊച്ചു ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പങ്കിട്ട് നൽകുകയും ചെയ്യുന്നവരായി നമുക്ക് മാറാം. മർക്കോസ് സുവിശേഷകനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ ദൗത്യം ജീവിക്കാം, പ്രവർത്തിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.